ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 2 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ US മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. ടെക് സ്റ്റോക്കുകളിലെ വലിയ റാലിയാണ് US മാർക്കറ്റുകളെ ബൂസ്റ്റ് ചെയ്തത്. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ജനുവരിയിലെ ജോബ്സ് ഡാറ്റ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇന്നലെ ഇന്ത്യൻ ADRൽ ICICI ബാങ്കും HDFC ബാങ്കും 2% മുകളിൽ നേട്ടമുണ്ടാക്കി. ഓയിൽ പ്രൈസുകൾ വലിയ രീതിയിൽ ഇടിയുകയുണ്ടായി, 80 താഴെ എത്തി. ഇന്നത്തെ മറ്റ് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും പോകാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരാം. ആദ്യം ഇന്നലെ ഇൻട്രീം ബഡ്ജറ്റ് കഴിഞ്ഞിരുന്നു. ഇൻട്രീം ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലേക്കാണ് ഇനി. 40,000 ട്രെയിൻ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 കോടി വീടുകളിൽ സോളാർ പാനൽ ഘടിപ്പിക്കാനുള്ള പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. ഗവേഷണത്തിന് യുവാക്കളെ സഹായിക്കാൻ പ്രത്യേക നിധി രൂപീകരിക്കാനുള്ള ശുപാർശയും നടത്തി. റോഡ്, റെയിൽ, തുറമുഖം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഫണ്ടിൽ 11% വർധനവ് വരുത്തി. അടുത്ത ഒരു കൊല്ലം അടിസ്ഥാന സൗകര്യത്തിന് 1,11,111 കോടി രൂപ വകയിരുത്തി. കാർഷിക മേഖലയിൽ സ്വകാര്യവൽക്കരണം നടത്തും. ടൂറിസം വികസനത്തിന് പലിശരഹിത വായ്പ. സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ തുടരും. ടൂറിസം വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകും. ഇലക്ട്രോണിക് വാഹന വിപണി വികസിപ്പിക്കും. ഫിനാൻഷ്യൽ ഇയർ 2025 ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 5.1% പ്രഖ്യാപിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ ധനകമ്മി ലക്ഷ്യം 5.9% അത് 5.8% എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും എന്ന് ധനമന്ത്രി പറഞ്ഞു. കൂടാതെ യുവാക്കൾക്ക് തൊഴിൽ സാധ്യത ഇരട്ടിയാക്കും. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കും. നിലവിലുള്ള ആശുപത്രികളെയും മെഡിക്കൽ കോളേജുകളാക്കി മാറ്റും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി രാജ്യത്തെ പാലുൽപാദനം കൂട്ടും. ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്രഖ്യാപനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. മറ്റൊരു വാർത്തയിലേക്ക്. ഫെബ്രുവരി 1 ശ്രീമതി നിർമ്മല സീതാരാമൻ റെയിൽവേ മേഖലയ്ക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ചതിലുള്ള പ്രഖ്യാപനത്തിന് ശേഷം റെയിൽവേ സ്റ്റോക്കുകളിൽ വലിയ ഇടിവ് കണ്ടു. കഴിഞ്ഞ ബഡ്ജറ്റിൽ റെയിൽവേ മേഖലയ്ക്കായി വകയിരുത്തിയിരുന്നത് 2.4 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ റെയിൽവേ മേഖലയ്ക്കായി 2.55 ലക്ഷം കോടി രൂപയുടെ കാപെക്സ് വിഹിതം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ഈ റെയിൽവേ കാപെക്സ് ഒരു വർഷം മുൻപുള്ള ബഡ്ജറ്റിനെ അപേക്ഷിച്ച് വെറും 5% കൂടുതലാണ്. റെയിൽവേ മേഖലയിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്തൊരു ബഡ്ജറ്റ് ആയില്ല എന്നതുകൊണ്ടാണ് സ്റ്റോക്കുകളിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവിലേക്ക് പോയത്. RVNL 3.49% ഇടിഞ്ഞു. IRCON 3.69% ഇടിഞ്ഞു. റെയിൽടെൽ 3.78%, IRFC 2.71% ഇടിഞ്ഞു. ടെക്സ്മോക്കോ റെയിൽ 0.46% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലൂടെയാണ് കടന്നുപോയത്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക് 21,697 0.13% ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഡെയിലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. എന്നാൽ ഹവർലി ഇൻഡിക്കേറ്ററിൽ ഒരു നെഗറ്റീവ് ക്രോസ് ഓവറും കാണിക്കുന്നു. പ്രൈസും മൊമെന്റവും കാണിക്കുന്ന വ്യത്യസ്ത സിഗ്നലുകൾ നിഫ്റ്റിയിൽ ഒരു റേഞ്ച് ബൗണ്ട് പ്രൈസ് ആക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റി 21,700 താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ 21 DMA ഉള്ള 21,630 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. നിഫ്റ്റി 21,400 21,850 ഇടയിലാണ് കഴിഞ്ഞ 4 സെഷനുകളായി. 21,800 മുതൽ 21,850 വരെയുള്ള ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്സൈഡിൽ. ഇനി ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,500 മുതൽ 21,550 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാണ്. നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ ഒരു അപ്പർ ലോവർ ഷാഡോയോട് കൂടിയ ബിയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. 22,000 കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 21,800 സ്ട്രൈക്കും അതിനുശേഷം 21,700 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ആദ്യത്തെ സ്ട്രൈക്ക് 21,700 അതിനുശേഷം 21,000 അതിനുശേഷം 21,500 ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ളത് 21,500 റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 21,800 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,188 0.42% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 46,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് ഒരു പോസിറ്റീവ് തന്നെയാണ്. ഡെയിലി ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. നല്ല വോളിയമുണ്ട്. ഡെയിലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. അപ്സൈഡിലേക്ക് വന്നാൽ 46,570 മുതൽ 46,800 വരെയുള്ളത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോണാണ്. ഡൗൺ സൈഡിൽ 45,500 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 48,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,000 അതിനുശേഷം 47,000
പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,000-ലും പിന്നീട് 45,500-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,500 മുതൽ 46,000 വരെയുള്ള സോണാണ്. ഇനി റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 47,000-വുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.46 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ 9.96% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തത്. വലിയ അപ്പ് മൂവ്മെന്റിന് ശേഷം ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയി. അടുത്തത് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസിലേക്ക്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ഹീറോ മോട്ടോകോർപ്പ്. ജനുവരിയിൽ കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് 4,33,598 യൂണിറ്റാണ്. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 21.6% വർധനവാണ് സെയിൽസിൽ കാണുന്നത്. ഡൊമസ്റ്റിക് സെയിൽസിൽ 4.2 ലക്ഷം യൂണിറ്റുകളാണ് സെല് ചെയ്ത്. അതായത് 20.5% വർധനവാണ് ഡൊമസ്റ്റിക് സെയിൽസിൽ വന്നിരിക്കുന്നത്. ജനുവരിയിലെ ഈ ഡാറ്റ ഹീറോ മോട്ടോകോർപ്പിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അടുത്തതായി Q3 റിസൾട്ടുകളാണ്. ആദ്യം അബൌട്ട് ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 26% വർധനവ് രേഖപ്പെടുത്തി 311 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 8.7% വർധനവ് രേഖപ്പെടുത്തി 1,437 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി സൊനാറ്റ സോഫ്റ്റ്വെയർ ആണ്. IT സർവീസസ് കമ്പനി ഈ വർഷം നെറ്റ് ലോസ് ആണ് രേഖപ്പെടുത്തിയത്. 46.2 കോടി രൂപയിലാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 124.2 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു കമ്പനിയിൽ ഉണ്ടായിരുന്നത്. സൊനാറ്റ സോഫ്റ്റ്വെയർ ക്വാന്റ് സിസ്റ്റത്തെ ഏറ്റെടുത്ത് 2023-ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കമ്പനിയുടെ ലാഭം കുറയാൻ കാരണമായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 2,493.3 കോടി രൂപയിലാണ്. 30.4% വർധനവാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത്. അടുത്ത കമ്പനി ബാറ്റ ഇന്ത്യയാണ്. കമ്പനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 57.3 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി കമ്പയർ ചെയ്യുമ്പോൾ 31 കോടി രൂപയുടെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോളാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ സാധിക്കുന്നത്. വീക്കായിട്ടുള്ള ഓപ്പറേറ്റിംഗ് മാർജിൻസ് ഒക്കെയാണ് ഈ ഒരു ഡിക്ലൈനിന് കാരണം. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 0.4% മാത്രം വർധനവാണ് കാണുന്നത്. 903.5 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ. ആദ്യം PSP പ്രൊജക്ട്സ്. ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഫെബ്രുവരി 9-ന് ബോർഡ് യോഗം ചേരും എന്നൊരു വാർത്ത. അടുത്തത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്. ക്യാപിറ്റൽ ഫുഡ്സിന്റെ 75% ഓഹരികൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഏറ്റെടുത്തു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. അടുത്തത് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്. ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഫെബ്രുവരി 6-ന് ബോർഡ് യോഗം ചേരും എന്നൊരു വാർത്ത. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇന്ത്യ സിമന്റ്സ്, ഇൻഡസ് ടവേഴ്സ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ടാറ്റ മോട്ടോഴ്സ്, UPL, ഡൽഹി വെറി, ബാങ്ക് ഓഫ് ഇന്ത്യ, ഏജിസ് ലോജിസ്റ്റിക്സ്, ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ, ദേവയാനി ഇന്റർനാഷണൽ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, JSW ഇൻഫ്ര, LIC ഹൗസിംഗ് ഫിനാൻസ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, MOIL, സാംഹി ഹോട്ടൽസ്, ടൊറൻ ഫാർമ, ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസ് എന്നിങ്ങനെയുള്ള കമ്പനികളാണ് പ്രധാനപ്പെട്ട ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് രാവിലെ 7:30-നാണ്. അതിനുശേഷം 11:30 മുതൽ 3:30 വരെ യൂട്യൂബിൽ ലൈവും ഉണ്ടായിരിക്കുന്നതാണ്. ഒത്തിരിയേറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. പക്ഷേ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11:30 മുതൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്നത് ഹഡ്കോ ആയിരുന്നു. 175 എന്ന നിലയിൽ എൻട്രി എടുത്തു. 195 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 20% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഇൻട്രാഡേയിൽ അപ്പർ സർക്യൂട്ടിലായിരുന്നു ഹഡ്കോ ഉണ്ടായിരുന്നത്. അടുത്ത് NBCC ആയിരുന്നു. ഫെബ്രുവരി 1-നാണ് നമ്മൾ ഇന്നലെ തന്നെയായിരുന്നു എൻട്രി എടുത്ത്. 131.90 എന്ന നിലയിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തു. സ്റ്റോക്ക് 142 വരെ അപ്പായി. ഏകദേശം 9.90% അപ്പായത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റ് സ്വിംഗ് സ്റ്റോക്കുകളിലേക്കാണ്. സ്വാൻ എനർജി ജനുവരി 30-നായിരുന്നു നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 622 എന്ന നിലയിൽ എൻട്രി എടുത്തു. 665 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 2 ദിവസം കൊണ്ട് 6.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് സ്വിസ്ലോൺ എനർജി ആയിരുന്നു. 44.15 എന്ന നിലയിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തു. 48.2 വരെ സ്റ്റോക്ക് അപ്പായി. ജനുവരി 30-നായിരുന്നു സ്റ്റോക്കിലും നമ്മൾ എൻട്രി എടുത്ത്. 9.17% പ്രോഫിറ്റായി നമുക്ക് സ്റ്റോക്കിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് IRFC ആയിരുന്നു. ജനുവരി 31-നായിരുന്നു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുത്ത്. 172.35 എന്ന നിലയിൽ എൻട്രി എടുത്തു. 181.3 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി
ലഭിച്ചു, ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയിരുന്നു. എൻട്രി എടുക്കുന്ന 47 എന്ന നിലയിൽ 52.7 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 12% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. എൻട്രി എടുക്കുന്നത് ജനുവരി 23 അടുത്തത് എഫ് ആൻഡ് സെഗ്മെന്റിലേക്ക്. ജനുവരി 30 നമ്മൾ എൻട്രി എടുത്ത കോൺകർ 880 രണ്ട് ടാർഗറ്റുകളായിരുന്നു സ്റ്റോക്കിൽ പറഞ്ഞത്, 905ഉം 910ഉം. സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് 890.10 എന്ന നിലയിലാണ്. രണ്ട് ടാർഗറ്റുകളും നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 924 വരെ സ്റ്റോക്ക് ഇന്നലെ അപ്പായി. നല്ല പ്രോഫിറ്റാണ് കോൺകറിൽ ലഭിച്ചത്. മറ്റൊരു ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്നതായിരുന്നു അദാനി പോർട്സ്. 1200 ആയിരുന്നു പറഞ്ഞത്, 1227 എന്ന നിലയിൽ എൻട്രി എടുത്തു. 1239 വരെ സ്റ്റോക്ക് അപ്പായി. പിന്നീട് സ്റ്റോക്ക് ഡൗണിലേക്ക് വരികയായിരുന്നു. മറ്റ് ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകളിലേക്ക് വരാം. ടാറ്റ പവർ 390 ഇപ്പോൾ എൻട്രി എടുക്കുന്നത് 393.3 എന്ന നിലയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡിങ്ങിലാണ്. M&M 1700 ആയിരുന്നു എൻട്രി എടുക്കുന്നത് 1700 എന്ന നിലയിൽ ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. അദാനി എന്റർപ്രൈസസ് 3200 ആയിരുന്നു പറഞ്ഞത്, എൻട്രി എടുക്കുന്നത് 3215 എന്ന നിലയിൽ. ഈ സ്റ്റോക്കുകളെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മളിവിടെ പറയുന്നില്ല. എല്ലാ ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് സന്ദർശിക്കാം. ഇവിടെ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1879 കോടി രൂപയ്ക്ക് വീണ്ടും സെല് ചെയ്തു. DIS ആവട്ടെ 872 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS വലിയ സെല്ലിങ്ങിലേക്ക് പോകുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇടപെട്ട ദിവസങ്ങളിൽ ചില ബൈയിങ്ങും നടക്കുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണാം. US മാർക്കറ്റുകൾ ഇന്നലെ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.84% ഉയർന്നു. നാസ്ഡാക്ക് 1.28% ഉയർന്നു. S&P 500 1.17% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് ഇന്നലെ റാലിക്ക് നേതൃത്വം നൽകിയത്. റിസൾട്ടുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയ ജയിന്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തതോടെ മെറ്റ ഷെയറുകൾ 12% മുകളിൽ ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ ഉയർന്നു. ഇതാദ്യമായി മെറ്റ ഡിവിഡൻഡും പ്രഖ്യാപിക്കുകയുണ്ടായി. ആമസോൺ റിസൾട്ടുകൾക്ക് ശേഷം ഏകദേശം 7% ഉയരുകയും ചെയ്തു. എന്നാൽ ചൈനയിലെ സെയിൽസ് കുറഞ്ഞതുകൊണ്ട് ആപ്പിൾ ഷെയറുകൾ ഏകദേശം 3% ഇടിവും അവിടെ രേഖപ്പെടുത്തി. S&P 500 208 കമ്പനികളുടെ റിസൾട്ടാണ് പുറത്തു വന്നത്. 80% കമ്പനികളും എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. വളരെ മെച്ചപ്പെട്ട Q4 റിസൾട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ നല്ല റാലി തന്നെയാണ് ഇന്നലെ US മാർക്കറ്റിൽ കാണാനും സാധിച്ചത്. മറ്റൊരു കാര്യം, ഫെഡ് ചെയർ ജെറോം പവൽ ബുധനാഴ്ച മാർച്ചിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. പവൽ ഇതിനു മുൻപ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ റേറ്റ് കട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല റേറ്റ് കട്ട് മാർച്ചിൽ ഉണ്ടാകില്ല എന്ന് CME ഫെഡ് വാച്ച് ടൂൾ നമുക്ക് കാണിച്ചു തന്നതുമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് വളരെ നേരത്തെ തന്നെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു. ഓവർ ഹീറ്റായ മാർക്കറ്റ് ഒന്ന് കൂൾ ഓഫ് ആയത് മാത്രമാണ് ബുധനാഴ്ച US മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. എന്തായാലും മാർക്കറ്റിന്റെ ദിശ ഇനി എങ്ങോട്ടായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വെള്ളിയാഴ്ച പുറത്തു വരുന്ന ജനുവരിയിലെ ജോബ്സ് റിപ്പോർട്ട് പ്രധാനപ്പെട്ടതാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 2.83% നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 2.11% നേട്ടമുണ്ടാക്കി. ആക്സിസ് ബാങ്ക് 1.70% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിംഗ് സൈഡ് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്നലെ US ADRൽ കണ്ടത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 1.66% ഉയർന്നു. വിപ്രോ 0.71% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 0.60% ഉയർന്നത്. മേക്ക് മൈ ട്രിപ്പ് ഇന്നലെ 2.92% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് നോക്കാം. ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. S&P 500 0.50% നേട്ടത്തിലും നാസ്ഡാക്ക് 0.88% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റുകളിൽ മാറ്റം വരുത്തിയില്ല. യൂറോസോൺ ആനുവൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 2.8% അനലിസ്റ്റുകളുടെ ഇൻലൈൻ എക്സ്പെക്ടേഷനിൽ തന്നെയായിരുന്നു വന്നത്. കോർ ഇൻഫ്ലേഷൻ 3.3% കുറഞ്ഞു. റോയിറ്റേഴ്സ് ഫോർകാസ്റ്റ് അനുസരിച്ച് 3.2% അവർ ഫോർകാസ്റ്റ് ചെയ്ത്. ഇൻഫ്ലേഷൻ ഡാറ്റ മിക്സഡ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.11% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.89% ഇടിഞ്ഞപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.26% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മൈനിങ് സ്റ്റോക്കുകൾ 1% മുകളിൽ ഇടിഞ്ഞപ്പോൾ ഗ്യാസ് ആൻഡ് ഓയിൽ സ്റ്റോക്കുകൾ 1% മുകളിൽ നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് നെഗറ്റീവിലാണ്. ഡാക്സ് 0.20% ഇടിഞ്ഞും. CAC 0.06% ഇടിഞ്ഞും. FTSE 0.11% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ വ്യാഴാഴ്ച പുറത്തു വന്ന കാക്സിൻ ചൈന ജനറൽ മാനുഫാക്ചറിംഗ്
പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലെ ഫാക്ടറി ആക്ടിവിറ്റി ജനുവരിയിൽ തുടർച്ചയായ മൂന്നാം മാസവും എക്സ്പാൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് 0.93% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 1.48% ഉയർന്നു. തായ്വാൻ മാർക്കറ്റ് 0.32% ഉയർന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോഴുള്ള റേഞ്ച് 21,910 ആണ്. 0.79% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 160 മുതൽ 170 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓയിൽ പ്രൈസുകൾ. ഒപെക് കമ്മിറ്റി യോഗത്തിന്റെ ഫലവും പലിശ നിരക്കിനെ കുറിച്ചുള്ള ഫെഡ് റിസർവ് തീരുമാനവും മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മോർണിംഗ് സെഷനിൽ 1% മുകളിൽ നേട്ടമുണ്ടാക്കിയെങ്കിലും പിന്നീട് ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. ബ്രന്റ് ഇപ്പോൾ ഉള്ളത് $79.31 പെർ ബാരൽ എന്ന നിലയിൽ 0.51% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $74.35 പെർ ബാരൽ എന്ന നിലയിൽ 0.72% ഉയർന്നാണ് ഇപ്പോൾ WTI ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ബിസിനസ് ലൈൻ, റോയിറ്റേഴ്സ്, അതുപോലെ മിന്റ്, മണി കൺട്രോൾ എന്നിങ്ങനെയുള്ള ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.